ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ കൃപയും നമുക്കെല്ലാം അള്ളാഹു തആല വർഷിപ്പിച്ച് നമ്മെ ദുനിയാവിലും ആഖിറത്തിലും വിജയികളായി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അർഹമുറാഹിമീനായ പടച്ച റബ്ബ് നമുക്ക് മാപ്പാക്കി പുറത്ത് തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, നല്ല മനുഷ്യരായി പരമാവധി എല്ലാ തെറ്റുകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് നല്ല വ്യക്തികളായി ജീവിക്കണം എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോകുമ്പോൾ മരിക്കുന്നതിന് മുമ്പായിട്ട് അവൻ്റെ അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ആണ് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ആ വാക്യം, അതാണ് അവസാനത്തെ വാക്കെങ്കിൽ മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. എന്ന് മാത്രമല്ല, മരിക്കാൻ ആസന്നമായിട്ടുള്ള ചക്രശ്വാസം വലിക്കുന്ന എന്ന് പറഞ്ഞാൽ മരണത്തോടടുത്ത് കിടക്കുന്ന രോഗികളൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കൊടുക്കുവിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കുറിക്കുന്നത് എന്താ? നമ്മൾ മുസ്ലിങ്ങൾ എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലയിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകളായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ആരാധനക്ക് അർഹനായിക്കൊണ്ട് അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെയില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ. ആരാധനക്ക്, ഇബാദത്തിന് അർഹനായിക്കൊണ്ട് ജല്ല ജലാലായ പടച്ച റബ്ബ് മാത്രമേയുള്ളൂ. വേറെ ഒരു ശക്തിയും ഒരു വ്യക്തിയുമില്ല. നമ്മൾ കഴിഞ്ഞയാഴ്ച ഷഹീദിൻ്റെ മഹത്വത്തെക്കുറിച്ച്, രക്തസാക്ഷികളുടെ മഹത്വത്തെക്കുറിച്ച് പറയുകയുണ്ടായി. നമ്മുടെ നാട്ടിൽ ഒരാൾ, മുസ്ലിമായൊരു മനുഷ്യൻ കൊല ചെയ്യപ്പെടുകയുണ്ടായി.
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ആയുധങ്ങൾക്ക് ഇരയായിക്കൊണ്ട് ജീവൻ ഹോമിക്കപ്പെടുന്ന ഒരാളെ നമ്മൾ ഇസ്ലാമിക ദൃഷ്ടിയ വിളിക്കുക ഷഹീദി എന്നാണ്, രക്തസാക്ഷി എന്നാണ് വിളിക്കുക. തൻ്റെ ജീവൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ചയാൾ വീരമൃത്യു എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ പറയുണ്ടായി. അവർ എന്തിനു വേണ്ടി ജീവിച്ചവരാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിച്ചവരാ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. നമ്മളെപ്പോഴും മുസ്ലിമാകണമെങ്കിൽ, മുസ്ലിം എന്നുള്ള നാമം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അടിയുറച്ച് നിൽക്കണം. നമ്മൾ മരിക്കുന്ന ആ സന്ദർഭത്തിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് ഉച്ചരിക്കാൻ ഭാഗ്യം കിട്ടേണ്ടുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്, പടച്ചവനെ മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനോടെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണമടയാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് തരയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചു, ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സ്വഹാബത്തിനെയും ഒക്കെ പല രൂപേണ കൊല നടത്തുവാൻ എല്ലാവിധ ശ്രമങ്ങളും നടത്തുകയുണ്ടായി. ബദറും ഉഹുദും ഖന്തക്കും തുടങ്ങിയിട്ടുള്ള യുദ്ധങ്ങൾ ഉണ്ടായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയായിരുന്നു. ഒരു കൂട്ടം ആളുകൾ ചെയ്ത തെറ്റ് എന്താ? ഈ മഹാപ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുള്ള, ആകാശം സൃഷ്ടിച്ച, ഈ ഭൂമി സൃഷ്ടിച്ച, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പർവ്വതങ്ങളെയും സമുദ്രങ്ങളെയും ജീവജാലങ്ങളെയും എല്ലാം സൃഷ്ടിച്ച മലിക്കുൽ ജബ്ബാറായ ജല്ല ജലാലായ പടച്ച റബ്ബിന് മാത്രം ആരാധിക്കണം, അവനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് മുസ്ലിങ്ങളെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ആക്രമിച്ചത്. ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ നബിയുടെ ചരിത്രം വായിച്ചാൽ, സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങൾ വായിച്ചാൽ, പ്രിയമുള്ളവരെ, അവരൊക്കെ അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങൾ, കഷ്ടപ്പാടുകൾ, അവരൊക്കെ അനുഭവിച്ച മർദ്ദനങ്ങൾ, അത് ഒരു മാത്ര വായിക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സ്, നമ്മുടെ കണ്ണുകൾ കണ്ണുനീര് കൊണ്ട്, അതിൻ്റെ ആധിക്യം കൊണ്ട് നനയും. കാരണം അത്രമാത്രം തുല്യതയില്ലാത്ത, സമാനതകളില്ലാത്ത, വിവരണാതീതമായിട്ടുള്ള ചരിത്രങ്ങളാണ് അവർക്ക് മുമ്പിലുള്ളത്. ഇസ്ലാമിലെ ഒന്നാമത്തെ രക്തസാക്ഷിയാരാ? ഇസ്ലാമിലെ ഒന്നാമത്തെ രക്തസാക്ഷിയാരാ പ്രിയമുള്ളവരെ? സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയാണ്. സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ അവരൊക്കെ പീഡിപ്പിക്കപ്പെട്ടത് എങ്ങനെയാ? ഇരുമ്പിൻ്റെ ദണ്ട് അത് അവരുടെ രഹസ്യ ഭാഗങ്ങളിലേക്ക് കുത്തിക്കയറ്റി എന്നുള്ളതാ. എന്താ അവർ ചെയ്ത കുറ്റം? മദ്യപിക്കുകയോ മോഷ്ടിക്കുകയോ അതല്ലെങ്കിൽ സമൂഹത്തിൽ ബോംബ് ഇട്ട് കൊല നടത്തുകയോ അങ്ങനെയുള്ള ഒന്നുമല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള ആദർശത്തിൽ, എന്നുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വത്തിൽ അവർ വിശ്വസിച്ചു എന്നുള്ളതാണ് അവർ ചെയ്ത കുറ്റം. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ട് ചില സംഗതികൾ. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ മുമ്പിൽ സമ്പത്ത് വന്നാലും, നമ്മുടെ മുമ്പിൽ അധികാരം വന്നാലും, നമ്മുടെ മുമ്പിൽ സുന്ദരികളായ സ്ത്രീകൾ, അങ്ങനെ എന്ത് സൗകര്യങ്ങൾ നമുക്ക് കിട്ടിയാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള ആ കലിമത്തു ഷഹാദ, ആ കലിമത്തു തൗഹീദ്, അത് നമ്മൾ ഉപേക്ഷിക്കാൻ വേണ്ടി പാടില്ല. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി നിയോഗിക്കപ്പെട്ടു. നമുക്കറിയാം, 40-ാമത്തെ വയസ്സിൽ മക്കയിൽ ജബലുന്നൂർ എന്ന് പറയുന്ന ഒരു പർവ്വതത്തിൻ്റെ മുകളിലുള്ള ഹിറാ ഗുഹ എന്ന് പറയുന്ന ആ ഗുഹയിൽ ഇരിക്കുമ്പോഴാണ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നുള്ള ആയത്തുകൾ അവതീർണമാകുന്നത്. ആ സംഭവങ്ങൾ നമുക്കറിയാം. അങ്ങനെയാണ് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി എന്താകുന്നത്? നബിയുള്ള, അള്ളാഹുവിൻ്റെ നബിയാകുന്നത്. എന്നിട്ട് ഏതാനും ദിവസങ്ങളോ മാസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിറങ്ങി. എന്താ ആയത്ത്? വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നിൻ്റെ ബന്ധുക്കളെ, അടുത്തുള്ള ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി അവരോട് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഇന്ന് നമ്മളൊക്കെ മക്കയിൽ പോകാറുണ്ട്, ഉംറക്ക് പോകാത്ത ആളുകളില്ല. ആ മക്കയുടെ സഫ മർവ എന്നൊക്കെ പറയുന്ന
ആ കുന്നുകൾക്കടുത്ത് അവിടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കൂട്ടുകാരെയും കുടുംബക്കാരെയും അയൽവാസികളെയൊക്കെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ മലയുടെ അപ്പുറത്തു നിന്നും ഒരു സംഘം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ വിശ്വസിക്കും. കാരണം നീ മുഹമ്മദാണ്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ നീ സത്യം പറയുന്നവനാണ്. ആ മക്കയിലുള്ള ആളുകൾ നബിയെ എന്താ വിളിച്ചിരുന്നത്? അൽ അമീൻ, വിശ്വസ്തൻ. എപ്പോഴും സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, സത്യസന്ധമായ ജീവിതത്തിൽ യാതൊരു കുറ്റങ്ങളില്ല, തെറ്റുകളില്ല, എല്ലാവർക്കും അനുകരിക്കാവുന്ന മാതൃകയായിട്ടുള്ള, എല്ലാവരും ഇഷ്ടപ്പെടുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കക്കാർ വിളിച്ചിരുന്നത് എന്താ? അൽ അമീൻ. അപ്പം അവർ പറഞ്ഞു, അതെ, അവിടെ നിന്ന് ഏതെങ്കിലും ശത്രുക്കൾ വരികയെന്നുണ്ടെങ്കിൽ നീ അങ്ങനെ പറയുകയാണെങ്കിൽ ശരി, അത് സത്യം തന്നെയാണെന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു, എന്താ പറയുന്നത്? അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ഇബാദത്തുകളിൽ ആത്തയെയും ഉസ്സയെയും മനാത്തയെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട്, അതൊക്കെ ആ കാലഘട്ടത്തിലുള്ള മഹാത്മാക്കളും ബിംബങ്ങളും ഒക്കെ ആയിരുന്നു, മരങ്ങളൊക്കെ ആയിരുന്നു. ആ കാലത്ത് ഹജ്ജിന് വന്ന ആളുകൾക്ക് വെള്ളം ഒക്കെ കൊടുത്തിരുന്ന അങ്ങനെ നല്ല മനുഷ്യന്മാരായിരുന്നു പലരും. അവരൊക്കെ മരിച്ചു പോയപ്പോൾ അവരോട് ആരാധിക്കാൻ തുടങ്ങി. അവരെ ആരാധിക്കുന്ന നിങ്ങളത് മാറ്റി ജല്ല ജലാലായ പടച്ച റബ്ബിനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം ഇബാദത്ത് നടത്തണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയായിട്ടുള്ള അബൂലഹബ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, തബ്ബൻ ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശം, നീ നശിച്ചു പോകട്ടെ എന്ന് സ്വന്തം പിതാവിൻ്റെ സഹോദരൻ തന്നെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇഷ്ടമായില്ല. പ്രിയമുള്ളവരെ, പ്രവാചകന്റെ സ്വന്തം പിതൃതുല്യനായിട്ടുള്ള പിതാവിൻ്റെ സഹോദരനാണ് പറയുന്നത്. അങ്ങനെയാണ് സൂറത്തുൽ മസദ് ഇറങ്ങുന്നത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്നുള്ള ആ സൂറത്ത് തന്നെ ഇറങ്ങുന്നത് അബൂലഹബിനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളാണ്. അവർ നബിയെയും ഇസ്ലാമിനെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു. പക്ഷേ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കുടുംബത്തിൽ നിന്ന് എതിർത്തപ്പോൾ പോലും, സഹായിക്കേണ്ട ആളുകൾ എതിർത്തപ്പോൾ പോലും പ്രവാചകൻ അടിയുറച്ചു നിന്നു. പ്രവാചകന് നമുക്കറിയാം, നബിയുടെ വാപ്പ എപ്പോൾ മരണപ്പെട്ടു? നബി ജനിക്കുന്നതിന് മുമ്പേ മരണപ്പെട്ടു. 6 വയസ്സുണ്ടാകുമ്പോൾ ഉമ്മ മരണപ്പെട്ടു. ഒരു അനാഥ ബാലനായി യതീമായിക്കൊണ്ടാണ് നബി മുന്നോട്ട് പോകുന്നത്. പ്രവാചകൻ്റെ പിതാവിൻ്റെ പിതാമഹൻ അദ്ദേഹമാണ് പ്രവാചകനെ സംരക്ഷിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു. അങ്ങനെയാണ് അബൂ ത്വാലിബ് അദ്ദേഹം സംരക്ഷിക്കുന്നത്. അദ്ദേഹം മക്കയിലെ വലിയൊരു പ്രധാനപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തോട് എല്ലാവരും വന്ന് പറഞ്ഞു, നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ നിങ്ങളുടെ അനുജൻ്റെ മകൻ ഈ പറയുന്നത്, ജ്യേഷ്ഠൻ്റെ മകൻ ഈ പറയുന്നത് പുതിയ മതം, അത് നിർത്താൻ വേണ്ടി പറയണം. അവന് അധികാരം വേണമെങ്കിൽ അധികാരം നൽകാം, മക്കയുടെ രാജാവായി വാഴിക്കാം. അതല്ല, ഇവിടെ കിട്ടാവുന്ന സുന്ദരികളായ സ്ത്രീകളെ അവന് കല്യാണം കഴിച്ചു കൊടുക്കാം. പക്ഷേ ഈ പുതിയ മതത്തിൻ്റെ ആ പ്രവർത്തനം നിർത്തണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള ആദർശം നിർത്തണം എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ഞാനൊന്ന് പറഞ്ഞു നോക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ മുഹമ്മദ് നബിയെ അദ്ദേഹം വിളിക്കുകയാണ്. ആര്? എളാപ്പ എന്ന് പറയുന്ന അദ്ദേഹം വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലൗ വലഉ അശ്ശംസ ഫീ യമീനി വൽ ഖമറ ഫീ യസാരി മാ തറക്തു ഹാദൽ അംർ. പടച്ച റബ്ബ് തന്നെയാണ് സത്യം. ആകാശത്ത് കത്തിജ്വലിക്കുന്ന സൂര്യൻ എൻ്റെ വലത് കയ്യിൽ വെച്ച് തന്നാലും, ആ ചന്ദ്രൻ അത് ഇടത് കയ്യിൽ വെച്ച് തന്നാലും അത് മനുഷ്യ സാധ്യമല്ല. പക്ഷേ അത് ചെയ്താൽ പോലും മാ തറക്തു ഹാദൽ അംർ, ഈ കാര്യം ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അധികാരത്തിന് വേണ്ടിയോ സുന്ദരികളായ സ്ത്രീകളെ കിട്ടാനോ
അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതികമായ ദുനിയവിയായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. മറിച്ച് ഈ മഹാപ്രപഞ്ചം സൃഷ്ടിച്ച നമുക്ക് എല്ലാവിധ സംരക്ഷണവും തരുന്ന പടച്ച റബ്ബിൻ്റെ സന്ദേശമാണ്. അതുകൊണ്ടാണ് ഇതിൽ ഉറച്ചു നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താ? ഇന്ന് ലോകത്തിൻ്റെ ഒരു ഗതി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സോഷ്യൽ മീഡിയ, അതിലൂടെയൊക്കെ പല പ്രചാരങ്ങളും കാര്യങ്ങളുമുണ്ട്. നമ്മുടെ രാജ്യത്തും മുസ്ലിമായി എന്നുള്ളതിൻ്റെ പേരിൽ പല ആളുകളും ആക്രമങ്ങൾക്കും റെയ്ഡുകൾക്കും അറസ്റ്റുകൾക്കുമൊക്കെ വിധേയമായി കൊണ്ടിരിക്കുകയാണ്. മുസ്ലിമാകണമെന്നില്ല, അല്ലെങ്കിൽ മുസ്ലിമായ ഒരു തറവാട്ടിൽ ജനിച്ചിട്ട് ഒരു പശുവിൻ്റെ മാംസം കഴിച്ചതിൻ്റെ പേരിൽ ആളുകൾ ഒരുമിച്ച് കൂടി പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ തല്ലിക്കൊന്ന സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. അഖ്ലാഖ് എന്ന് പറയുന്ന വൃദ്ധനായൊരു മനുഷ്യൻ, അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ എന്ത് തന്നെ വന്നാലും ശരി, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിയുറച്ച് നിൽക്കണം. ഏത് സന്ദർഭത്തിലും നമ്മുടെ പ്രാർത്ഥന അള്ളാഹുവിനോടായിരിക്കണം. മറ്റൊരു ശക്തികളോട് നമ്മൾ പ്രാർത്ഥിച്ചുകൂടാ, നമ്മൾ മറ്റൊരു ശക്തിയോടും ദുആ ചെയ്തുകൂടാ. ലാ ഇലാഹയിൽ എത്ര പണം കിട്ടിയാലും, ഈ രാജ്യത്തെ രാജാവാക്കാം എന്ന് പറഞ്ഞാലും, ഈ രാജ്യത്തെ മറ്റെന്തെങ്കിലും അധികാരങ്ങളോ സൗധങ്ങളോ സ്വത്തുക്കളോ ലഭ്യമാകുമെന്ന് പറഞ്ഞാലും ഒരു താല്പര്യത്തിനും ലാ ഇലാഹ ഇല്ലല്ലാഹ് കൈയൊഴിയാൻ വേണ്ടി പാടുള്ളതല്ല. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആന് ഒരു സൂറത്ത് തന്നെ അവതരിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ആ സൂറത്ത് നമ്മൾ പഠിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ പോകുമ്പോൾ, ഉറങ്ങുന്ന നാളെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സൂറത്ത് ഓതിക്കൊണ്ടായിരിക്കണം നിങ്ങൾ ഉറങ്ങേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ കാണാം, ഇമാം തുബ്രാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ പറയുന്നത്? ഇദാ അതൈത ഇലാ ഫിറാഷിക ഫഖറ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. നീ നിൻ്റെ ആ വിരിപ്പിലേക്ക് പോയാൽ, നീ നിൻ്റെ ആ ബെഡിലേക്ക് കിടക്കാനായിട്ട് ഉറങ്ങാനായിട്ട് പോയാൽ ഫഖറ, നീ ഓതണം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്ത് നീ പാരായണം ചെയ്യണം. ഹത്താ തമുറ ബിആഖിരിഹാ, അതിൻ്റെ അവസാനം വരെ, അഥവാ ലകും ദീനുകും വലിയ ദീൻ എന്നുള്ളത് വരെ നീ പാരായണം ചെയ്യണം. ഫഇന്നഹാ ബറാഅത്തും മിനശ്ശിർക്ക്, അതെന്താ? അത് ഷിർക്കിൽ നിന്ന്, അഥവാ ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന്, ബഹുദൈവ ആരാധനയിൽ നിന്നുള്ള മുക്തി, മോചനം നിനക്ക് പ്രദാനം ചെയ്യും. വല്ലാഹു അലം വഹുവ ഹസ്ബി വനിഅമൽ വകീൽ. ഇമാം തുബ്രാനി ഉദ്ധരിക്കുന്ന വചന. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ വേറെയും ഹദീസുകൾ കാണാൻ വേണ്ടി കഴിയും. ആ ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്നുണ്ട് ഇതേ സംഭവം തന്നെ. അപ്പോൾ എന്തിനാ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് പറയുന്നത് അറിയോ? നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിയുറച്ച് നിൽക്കണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും എന്താ ഈ സൂറത്തിൻ്റെ അർത്ഥം? ഈ സൂറത്തിൻ്റെ പേര് തന്നെ ഇഖ്ലാസ് എന്നാ. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ, സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നുള്ള സൂറത്താണ്. പക്ഷേ മറ്റൊരു സൂറത്തിനും കൂടെ സൂറത്തുൽ ഇഖ്ലാസ് എന്ന പേരുണ്ട്. അതേതാ? ഈ സൂറത്തിനാ അൽ കാഫിറൂൻ എന്ന് പറയുന്ന, സൂറത്തുൽ കാഫിറൂൻ എന്ന് പറയുന്ന ഈ സൂറത്തിൻ്റെ പേരാ സൂറത്തുൽ ഇഖ്ലാസ്. എന്താ അതിൻ്റെ അർത്ഥം? ഖുൽ, മുഹമ്മദ് നബിയെ പറയുക, ഖുൽ നബിയെ പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, ഹേ സത്യനിഷേധികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നവയെ ഞാൻ ആരാധിക്കുകയില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, അതോടൊപ്പം നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, നിങ്ങൾ ആരാധിക്കുന്നത്, അഥവാ ലാത്ത ഉസ്സ മനാത്ത പോലെയുള്ള എന്തിനൊക്കെ ആരാധിക്കുന്നുണ്ടോ, എന്തിനോടൊക്കെ ദുആ ചെയ്യുന്നുണ്ടോ, അതിനൊന്നും ഞാൻ ആരാധിക്കാൻ തയ്യാറല്ല. എൻ്റെ റബ്ബിനെ ആരാധിക്കാൻ നിങ്ങളും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, വലിയ ദീൻ, എനിക്കെൻ്റെ മതം. ഇതെപ്പോഴാണെന്ന് അറിയുങ്ങൾ? മക്കയിൽ വന്നിട്ട് നബിയോട്, അതുപോലെ ഇസ്ലാമിൻ്റെ ആളുകളോട് പറഞ്ഞു, നമ്മളിങ്ങനെ ഷണ്ട കൂടണ്ട, നമ്മളിങ്ങനെ കലഹിക്കണ്ട, നമ്മളിങ്ങനെ
അകൽച്ച. നമ്മളൊരു കുടുംബമാണ്, അറബികളാണ്. അതുകൊണ്ട് ഈ മതത്തിൻ്റെ പേരിൽ നമ്മൾക്കിടയിൽ ഭിന്നത വേണ്ട. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞങ്ങൾ അള്ളാനെ ആരാധിക്കാം. മുശ്രിക്കുകൾ പറയാം ഞങ്ങൾ അള്ളാനെ ആരാധിക്കാം, അതുകൊണ്ട് മുഹമ്മദേ നീ എന്ത് ചെയ്യാം, ഇടയ്ക്ക് ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഒക്കെ ആരാധിക്കുക. അങ്ങനെ എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഈ സൂറത്ത് തന്നെ എപ്പോഴാണ് അവതരിക്കുന്നത്. പാടില്ല. ഇബാദത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അമുസ്ലിങ്ങളായ ആളുകളോട് അവരോട് കണ്ടാൽ പുഞ്ചിരിക്കാം, അവരോട് സ്നേഹം പങ്കിടാം, അവർക്ക് വേണമെങ്കിൽ രക്തം നൽകാം, അവർക്ക് വേണമെങ്കിൽ കടം കൊടുക്കാം, മനുഷ്യസാധ്യമായ മാനുഷികമായിട്ടുള്ള എന്തും ചെയ്യാം. പക്ഷേ വിശ്വാസപരമായിട്ടുള്ള ഈമാനിനെ ബാധിക്കുന്ന അവരുടെ അമ്പലത്തിൽ പോയി തൊഴാനോ, അവിടെ പോയി അവിടുത്തെ തീർത്ഥജലം വാങ്ങാനോ, അല്ലെങ്കിൽ അവിടെ പോയിട്ട് സുജൂദ് ചെയ്യാനോ, വലയം വെക്കാനോ, തേങ്ങയുടക്കാനോ, ഇതൊന്നും തന്നെ പാടുള്ളതല്ല. അതൊക്കെ തെറ്റാണ്. കാരണം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, സത്യനിഷേധികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുകയില്ല. ഇത് വളരെ വ്യക്തമായി കൊണ്ട് പറയാണ് മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ വ്യക്തമായി കൊണ്ട് എഴുതുകയാണ്. എന്താണ്? ഇന്നഹും മിൻ ജഹ്ലിഹിം ദഅു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഇബാദത്തി ഔസാനിഹിം സന. എങ്ങനെയാണ് സംഭവം എന്നറിയോ? മഹാനായ ഇബ്നു കസീർ എഴുതുകയാണ്, അവരുടെ അജ്ഞത നിമിത്തം, മക്കയിലുള്ള ആളുകളുടെ ജഹാലത്ത് നിമിത്തം അവർ അള്ളാഹിൻ്റെ റസൂലിനോട് വന്ന് പറഞ്ഞു, ഇലാ ഇബാദത്തി ഔസാനിഹിം സന, ഒരു വർഷം നിങ്ങൾ ഞങ്ങളുടെ ആരാധ്യന്മാരെ, വിഗ്രഹങ്ങളെ, ബിംബങ്ങളെയൊക്കെ ആരാധിക്കുക. വയഅ്ബുദൂന മഅബൂദഹു സന, അതുപോലെ ഞങ്ങൾ എന്ത് ചെയ്യാം, എൻ്റെ റബ്ബിനെയും മറ്റൊരു വർഷം ആരാധിക്കുക. ഒരു വർഷം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വർഷം. ഫഅൻസലല്ലാഹു ഹാദിഹി സൂറ, അങ്ങനെയാണ് ഈ സൂറത്ത് അവതീർണമാകുന്നത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറഞ്ഞാൽ ആരാധനയുടെ കാര്യത്തിൽ, ഇബാദത്തിൻ്റെ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അടിയുറക്കണം. അങ്ങനെ അടിയുറച്ചതിൻ്റെ പേരിലല്ലേ പ്രിയമുള്ളവരെ ഈ വർഗീയ ഫാഷിസ്റ്റ് ശക്തികൾ 32 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ഒരു പ്രഭാതത്തിൽ വെട്ടിക്കൊന്നത്. പ്രിയമുള്ളവരെ, ആ സുഹൃത്തിന് ഒരിക്കലും നഷ്ടപ്പെടാനില്ല. കാരണം റബ്ബിൻ്റെ അടുക്കൽ ഉന്നതമായ ദർജകളാണ്. നമ്മളൊക്കെ ഊഹിക്കുന്നതിനേക്കാൾ വമ്പിച്ച പ്രതിഫലമാണ് റബ്ബിൻ്റെ കോടതിയിൽ ആ വ്യക്തിക്ക് ലഭിക്കാനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഉദ്ദേശം, മനസ്സിൻ്റെ ആ ഇഖ്ലാസ് നല്ലതാണ് എങ്കിൽ പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മളിങ്ങനെ ആയിരിക്കണം. ഒരു കാരണവശാലും അള്ളാഹുവിന് പുറമെയുള്ള ശക്തികളിലേക്ക് നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ പോയിക്കൂടാ. നിങ്ങൾ നോക്കൂ, അള്ളാഹു ചോദിക്കാൻ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അടിമക്ക് അള്ളാഹു പോരെ. സൂറത്തു റൂമിൽ ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് അള്ളാഹു പോരെ? ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായിരുന്നാലും 10 വർഷമായിട്ടും കുട്ടികളില്ലാത്ത ഒരാൾ കല്യാണം കഴിച്ചിട്ട് നീണ്ട 10 വർഷങ്ങൾ, ഒരുപാട് ചികിത്സ, എന്നിട്ടും കുട്ടികളില്ല. പക്ഷേ അവനാ കുട്ടികൾക്ക് വേണ്ടി ആരോടാ തേടേണ്ടത്? ആരോടാ കൈ ഉയർത്തി മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കേണ്ടത്? ഈ മഹാപ്രപഞ്ചം സൃഷ്ടിച്ച മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അതാണ് അമ്പിയാക്കൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. മഹാനായ ഇബ്രാഹിം നബി അങ്ങനെയാ പ്രാർത്ഥിച്ചത്. 84 വയസ്സായിട്ടും അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം അദ്ദേഹം അള്ളാഹുവിനോടാ പ്രാർത്ഥിച്ച്. സൂറത്ത് മറിയം അതിൻ്റെ ആമുഖത്തിൽ തന്നെ ആ കാര്യം പറയുന്നുണ്ട് പ്രിയമുള്ളവരെ. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യം വന്നാലും, രോഗം, മാരകമായിട്ടുള്ള രോഗങ്ങളാണ് ഇന്ന് ലോകത്തുള്ളത്, അല്ലേ? ക്യാൻസർ പോലെയുള്ള അനേകം ഇനങ്ങൾ ക്യാൻസർ, അതുപോലെ തന്നെ ഹാർട്ട് ബ്ലോക്ക് പോലെയുള്ള കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, എത്ര ലക്ഷങ്ങൾക്ക് ചെലവഴിച്ചാലും ചികിത്സിച്ച് മടുക്കുക എന്നല്ലാതെ ജീവനും ആരോഗ്യവും നിലനിർത്താൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെയുള്ള എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അള്ളാഹുവിനോട് മാത്രമേ തേടാവൂ. കാരണം അള്ളാഹുവാണ് നമ്മുടെ രക്ഷകൻ, അള്ളാഹുവാണ് നമ്മുടെ ഇലാഹ്, അള്ളാഹുവാണ്. അവനോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പാടുള്ളൂ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, മഹാനായ യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ മഹാനായ പ്രവാചകൻ
യാക്കൂബ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് കേൾക്കാത്ത ആളുകൾ ഉണ്ടാവുകയില്ല. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, പ്രിയമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ മകന് ആയിരുന്നല്ലോ യൂസുഫ് നബി അലൈഹി സ്വലാം. ആ യൂസുഫിൻ്റെ കഥകൾ അറിയാത്ത പഠിക്കാത്ത ആളുകൾ ഉണ്ടാവുകയില്ല. അദ്ദേഹത്തിന് 10-12 മക്കളുണ്ടായിരുന്നു. യൂസുഫ്, ബിനിയാമീൻ അടക്കമുള്ളവരുടെ ആ ദീർഘമായ ചരിത്രം വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരു സൂറത്തിലൂടെ ആ കഥകൾ പറയുന്നുണ്ട്. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ മക്കൾക്കൊരു വസീയത്ത് നൽകുകയാണ്. എന്താ വസീയത്തെന്നോ പ്രിയമുള്ളവരെ? എന്താ വസീയത്ത്? അം കുന്തും ശുഹദാ ഇദ് ഹളറ യഅകൂബൽ മൗത്ത്. അം കുന്തും ശുഹദാ ഇദ് ഹളറ യഅകൂബൽ മൗത്ത്. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മരണം ആസന്നമായ സന്ദർഭത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ്? ഇത് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. അദ്ദേഹം ചോദിച്ചു, എൻ്റെ കാലശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക, എന്തിനോടാണ് ഇബാദത്ത് എടുക്കുക എന്നാണ് അദ്ദേഹം ചോദിച്ചത്. സമ്പത്തിനെ കുറിച്ചോ അധികാരത്തെക്കുറിച്ചോ മറ്റുള്ള ഭൗതിക കാര്യങ്ങളെക്കുറിച്ചൊന്നുമല്ല. എന്താ ചോദിക്കുന്നത്? മാ തഅബുദൂന മിൻ ബഅദി, എൻ്റെ കാലശേഷം നിങ്ങൾ എന്തിനെ ആരാധിക്കുന്നത്? ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാക ഇലാഹൻ വാഹിദ വനഹ്നു ലഹു മുസ്ലിമൂൻ. ഖാലൂ, അവർ പറഞ്ഞു, നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക. ആ മക്കൾ പറഞ്ഞു യാക്കൂബ് നബി അലൈഹി സ്വലാമിനോട്, ഞങ്ങൾ നിൻ്റെ ഇലാഹിനെ, നിൻ്റെ പിതാക്കന്മാരായിട്ടുള്ള ഇബ്രാഹിമിൻ്റെയും അതുപോലെ ഇസ്മായിലിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഒക്കെ ഇലാഹിനെയാണ് ഞങ്ങൾ ആരാധിക്കുക. ഇലാഹം വാഹിദ, ആ ഇലാഹ് ഏക ഇലാഹാൻ. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ ആ റബ്ബിന് കീഴ്പ്പെട്ടവരാണ്, മുസ്ലിങ്ങളാണ് എന്ന് അവർ പറയുകയാണ്. മഹാനായൊരു പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ തങ്ങളുടെ മക്കൾക്ക് നൽകുന്ന ഉപദേശം, വസിയത്ത്, അള്ളാനെ മാത്രം ആരാധിക്കണം എന്നുള്ള കാര്യമാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതായിരിക്കണം. നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മൾ പലപ്പോഴും പല വാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ഈ അടുത്ത് ഏറെ ദുഃഖകരമായൊരു വാർത്ത എന്താണെന്നോ, അതായത് ഒരു മുസ്ലിം കുടുംബത്തിൽ പിറന്ന ഒരു വ്യക്തി, ഒരു യുവാവ്, അദ്ദേഹം ഒരു ബിടെക് എഞ്ചിനീയറാണ്, നല്ലൊരു മുസ്ലിം മഹല്ലാണ്, നല്ല വിദ്യാഭ്യാസമുണ്ട്, മതബോധമുണ്ട്, മദ്രസയിലും മറ്റുള്ള ഒരുപാട് ദീനീ ബോധമൊക്കെ ഉണ്ട്. പക്ഷേ ആ യുവാവ് ബിടെക് എഞ്ചിനീയറാണ്, നല്ല ജോലിയുണ്ട്, ഗവൺമെൻറ് സർവീസ്, ഇതൊക്കെ ഉണ്ട്, അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങളേറെ കിട്ടിയിട്ടുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹം കല്യാണം കഴിച്ചത് ഒരു കാഫറായ, ഒരു സത്യനിഷേധിയായിട്ടുള്ള ഒരു പെണ്ണിനെയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കൊടുത്ത ഒരു ഫോട്ടോ എന്താ പറയുക നിങ്ങൾ? വീട്ടിലേക്ക് താമസിക്കുന്ന ഗൃഹപ്രവേശന ചടങ്ങ്, ഹൗസ് വാമിങ്, അവിടെ നിലവിളക്കൊക്കെ വെച്ച്, അവിടെ പൂവും തിരിയൊക്കെ വെച്ച്, പിന്നെ ഹൈന്ദവ ആചാരങ്ങളൊക്കെ അവിടെ നടത്തുന്ന ഫോട്ടോകളൊക്കെ വെച്ചിട്ട് അത് ഫേസ്ബുക്കിൽ കൊടുക്കുക. നമ്മൾ ആലോചിക്കണം, നമ്മളിത് പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ എപ്പോഴും നമ്മളെ എല്ലാവരെയും അടിയുറച്ച് നിർത്തേണമേ എന്ന് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ഒരു സംശയവുമില്ല, മനുഷ്യന്മാർ ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ, അവൻ്റെ മനസ്സിൽ ചില മോഹങ്ങൾ വന്നാൽ, പെണ്ണിന് വേണ്ടി, പണത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി, സ്വത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി അവൻ്റെ മതത്തെ വിൽക്കും. ഒരു സംശയവും വേണ്ട. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രഭാതത്തിൽ സുബഹിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ആ സന്ദർഭത്തിൽ മുസ്ലിമായ വ്യക്തി വൈകുന്നേരമാകുമ്പോഴേക്കും വയുംസി കാഫിറ, വൈകുന്നേരമാകുമ്പോൾ അവൻ കാഫിറായി മാറുന്നു. എങ്ങനെയാ പ്രഭാതത്തിൽ മുസ്ലിമായ ആൾ വൈകുന്നേരം ആകുമ്പോൾ കാഫിറാകുന്നത്? അവന് ഈ ദുനിയാവിനോടുള്ള മോഹമാണ്, ഈ ഇവിടെയുള്ള സുഖലോലുപതയോടുള്ള അടങ്ങാത്ത ആവേശമാണ് അവനെ ഈ സത്യനിഷേധത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും പാടില്ല. പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് വിഷമം വന്നാലും റബ്ബിനോടായിരിക്കണം നമ്മുടെ തേട്ടം. ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാകും, പരീക്ഷണങ്ങളുണ്ടാവും, രോഗമുണ്ടാവും, കഷ്ടപ്പാടുണ്ടാകും.
അത് പല നിലക്കായിരിക്കും. മക്കളെ മരണപ്പെടുത്തിക്കൊണ്ട് പരീക്ഷകളുണ്ടാകാം, സഹിക്കാൻ കഴിയാത്ത ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ഏറ്റവും വലിയ മാതൃകയാരാ? മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. നബിയുടെ ജീവിതത്തിൽ നിന്ന് എപ്പോഴും ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മളൊക്കെ എപ്പോഴും ഇടക്കിടക്ക് വായിക്കേണ്ട ഒരു സംഭവമാണ് നബിയുടെ ചരിത്രം. സഹോദരങ്ങളെ, ജനിക്കുമ്പോൾ സ്വന്തം പിതാവില്ല, പിതാവ് മരണപ്പെട്ടിരിക്കുന്നു. കുഞ്ഞുനാളിൽ മാതാവ് മരണപ്പെടുന്നു. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ മക്കയിലുള്ള പ്രമാണിമാരുടെ ഈത്തപ്പന തോട്ടത്തിൽ ഈത്തപ്പനകൾക്ക് വെള്ളം നനച്ചുകൊണ്ട്, ഹദീസിൽ കാണാം, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വെള്ളം നനക്കാറുണ്ടായിരുന്ന ഈത്തപ്പനകൾക്ക് അല്പം കറാരീത്തുകൾക്ക് വേണ്ടി. കറാരീത്ത് എന്ന് പറഞ്ഞാൽ അന്ന് കൂലി, അന്ന് ഒരു പണി ചെയ്യുന്ന ആൾക്ക്, ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന തുച്ഛമായ കൂലിക്ക് പറയുന്ന പേരാ. അത് ഹദീസിൽ വന്നിട്ടുണ്ട്. ആടുകളെ മേച്ചിട്ടുണ്ട് അള്ളാൻ്റെ റസൂല്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ, ഇന്നൊക്കെയാണെങ്കിൽ ബാലവേല എന്ന് പറഞ്ഞിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കുട്ടികളുടെ അവകാശ കമ്മീഷൻ്റെ ആളുകൾ വരും. പക്ഷേ അന്ന് അദ്ദേഹത്തിന് അധ്വാനിക്കേണ്ടി വന്നു, കഷ്ടപ്പെടേണ്ടി വന്നു. അങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും പ്രിയമുള്ളവരെ, ആ റസൂലുള്ളാഹിൻ്റെ ചരിത്രത്തിൽ റസൂലായതിനു ശേഷം ഒരുപാട് പ്രയാസങ്ങൾ സഹായിക്കുമെന്ന് കരുതിയ അമ്മാവന്മാർ അല്ലെങ്കിൽ കുടുംബത്തിലെ ചില ആളുകൾ ത്വായിഫിലുണ്ടായിരുന്നു. അങ്ങോട്ട് പോയപ്പോഴാണല്ലോ നബി തങ്ങളെ എറിഞ്ഞത്. നബിയെ എറിഞ്ഞിട്ട് നബിയുടെ ശരീരത്തിൽ മുറിവ് പറ്റിയില്ലേ? നബിയുടെ പല്ലിനും മുഖത്തും ശരീരത്തിലൊക്കെ മുറിവുകൾ പറ്റി, നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. അങ്ങനെ ആ മലക്കുകൾ വന്നു ചോദിച്ചു, പ്രവാചകരെ, നിങ്ങളുടെ ഒരു വാക്ക് കിട്ടിയാൽ ഈ സമൂഹത്തെ ശിക്ഷിക്കാം. പക്ഷേ റസൂലുള്ള സമ്മതിച്ചില്ല. നബി കാരുണ്യത്തിൻ്റെ പ്രവാചകനായിരുന്നു, റഹ്മത്തിൻ്റെ നബിയായിരുന്നു. റസൂലുള്ള പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹും ഫഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, ഈ സമൂഹത്തിന് നീ പുറത്തു കൊടുക്കണമേ, അവർക്ക് കാര്യങ്ങൾ അറിയില്ല, അവർ വിവരമില്ലാത്തവരാണ് എന്ന് റസൂലുള്ള പ്രാർത്ഥിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അങ്ങനെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനോ അത് ഉപേക്ഷിക്കാനോ നമ്മൾ ഒരിക്കലും തയ്യാറായിക്കൂടാ. എപ്പോഴും അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ കുറിച്ച് അദ്ദേഹത്തിന് ഉന്നതമായ സ്ഥാനമുണ്ട്. വെറുമൊരു നബിയല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹം റസൂലുള്ളയാണ്. ഇബ്രാഹിം നബി നബിയുള്ള മാത്രമല്ല, റസൂലുള്ളയാണ്. നബിയും റസൂലും വ്യത്യാസമുണ്ട്. നബിയേക്കാൾ ഒരുപാട് ദർജകൾ കൂടിയ ആളാണ് റസൂൽ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, 5 നബിമാർ അവർ ഉലുൽ അസ്മിൽപ്പെട്ട ആളുകളാണ്. ആരൊക്കെയാണത്? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉലുൽ അസ്മിൽപ്പെട്ട പ്രത്യേകം ശക്തമാക്കപ്പെട്ട പ്രവാചകന്മാരിൽപ്പെട്ട ആളാണ് ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹത്തെ എന്താ നമ്മൾ വിളിക്കാറുള്ളത്? ഖലീലുല്ലാ എന്നാണ് വിളിക്കാറുള്ളത്. അള്ളാഹുവിൻ്റെ ആത്മമിത്രം, അള്ളാഹുവിൻ്റെ ക്ലോസ് ഫ്രണ്ട് എന്നാണ് വിളിക്കാറുള്ളത്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാ, എന്താണ്? ഇത്തഖദ അല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിമിനെ അള്ളാഹു ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു എന്ന്. പക്ഷേ ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അബുൽ അംബിയ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇസ്ലാമിക ചരിത്രത്തിൽ പറയുന്നത്. അംബിയാക്കന്മാരുടെ പിതാവാണ് അദ്ദേഹം. ശരിയാണ്, ഇബ്രാഹിം നബിൻ്റെ മക്കളാണ് ആര്? ഇസ്മായിൽ, ഇസ്ഹാക്ക്. അവരുടെ മക്കളാണ് യാക്കൂബ്. യാക്കൂബിൻ്റെ മക്കളാണ് ആര്? യൂസുഫ്. അവരൊക്കെ അംബിയാക്കളാണ്. അതുകൊണ്ട് അംബിയാക്കളുടെ പിതാവ് അബുൽ അംബിയ എന്നാണ് ആരെ വിളിക്കുക? ഇബ്രാഹിം നബിയെ വിളിക്കാറുള്ളത്. മുഹമ്മദ് നബിയും പറഞ്ഞിട്ടുണ്ട്, ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിമിൻ്റെ ദുആക്കുള്ള ഉത്തരമാകുന്നു എന്ന്. എൻ്റെ പിതാവ് എന്നുള്ളൊരു പ്രയോഗം മുഹമ്മദ് നബിയും പ്രയോഗിച്ചിട്ടുണ്ട്. ആരെക്കുറിച്ച്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ കുറിച്ച്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ പിതാവ് ആരായിരുന്നു? ബിംബങ്ങളെ നിർമ്മിക്കുക. ആ നിർമ്മിക്കുന്ന തൊഴിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നിട്ട് അതിനെ കൊണ്ടുപോയി വിൽക്കും.
ആ ബിംബത്തെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യും. ആര്? ഇബ്രാഹിം നബിയുടെ പിതാവ്. ആ പിതാവിനോട് പറഞ്ഞു, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുഗ്നി അൻക ശൈആ. എൻ്റെ പൊന്നു പിതാവേ, കാണാനും കേൾക്കാനും ഉപദ്രവം ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത ഈ ബിംബങ്ങളെ, വിഗ്രഹങ്ങളെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് അദ്ദേഹത്തെ ആട്ടിയോടിച്ചു, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പ്രിയമുള്ളവരെ, ആ നാട്ടിലുള്ള നെമ്രൂദും സൈന്യവും രാജാവും പട്ടാളക്കാരും ജനങ്ങളും ഒരുമിച്ച് കൂടി. എന്നിട്ട് ഒരുപാട് വിറകുകൾ ശേഖരിച്ചു, ഒരു തീക്കുണ്ടമുണ്ടാക്കി, അതിലേക്ക് ഇബ്രാഹിം നബിയെ എടുത്തിട്ടു. വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കഥയാണ്, ഒരു സംഭവമാണ്. എന്താ ഇബ്രാഹിം നബി ചെയ്ത തെറ്റ്? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ആ തത്വം പറഞ്ഞതിൻ്റെ പേരിലാണ്. അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, അതിൻ്റെ പേരിൽ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകാത്തതിൻ്റെ പേരിലാണ്, ഭൗതിക താല്പര്യങ്ങളുടെ പേരിൽ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അതിൻ്റെ പേരിൽ തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ടു ആ പ്രവാചകൻ. എന്നിട്ടും അദ്ദേഹം പ്രാർത്ഥിക്കുന്നൊരു ദുആ സൂറത്ത് ഇബ്രാഹിം, വിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായമായ സൂറത്ത് ഇബ്രാഹിമിൻ്റെ 35-ാമത്തെ ആയത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനാ വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ഇബ്രാഹിം നബി മക്കത്ത് വെച്ചാ പ്രാർത്ഥിക്കുന്നത്, റബ്ബേ, എൻ്റെ രക്ഷിതാവേ, ഈ പരിശുദ്ധമായ ഭവനത്തെ, ഈ പരിശുദ്ധമായ നാടിനെ നിർഭയത്വമുള്ള നാടാക്കി നീ മാറ്റണമേ. വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എൻ്റെ മക്കളെയും ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും മഹാത്മാക്കളെയും ഒക്കെ ആരാധിക്കുന്നതിൽ നിന്ന് അകറ്റണമേ. വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്താണത്? അള്ളാഹിൻ്റെ ഉറ്റ സ്നേഹിതനായ ഒരു അമ്പിയാക്കളിൽ വമ്പിച്ച ദറജയുള്ള ഒരു മഹാനായ പ്രവാചകൻ പോലും ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്, പ്രിയമുള്ളവരെ, ആ ലാ ഇലാഹ ഇല്ലല്ലയിൽ ഉറച്ചു നിൽക്കണം. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ മരിക്കാൻ വേണ്ടി കിടക്കുന്ന ഒരാളുടെ ചവിടിൽ നമ്മളെന്ത് ചെയ്യും? കലിമ പറഞ്ഞു കൊടുക്കും. ലക്കിനു, നിങ്ങളെന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. അതാണ് എൻ്റെ എല്ലാ ഇബാദത്തുകളും, ഇബാദത്തിൻ്റെ എല്ലാ അംശങ്ങളും ഏകനായ റബ്ബിന് മാത്രം. പ്രിയമുള്ളവരെ, അതിൽ കലർപ്പുണ്ടാക്കാൻ പാടുള്ളതല്ല. അത് എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് ഉപേക്ഷിക്കാൻ വേണ്ടി പാടുള്ളതല്ല. നമ്മൾ വെള്ളിയാഴ്ച ആളുകൾ ഓതാറുള്ള സൂറത്തുൽ കഹ്ഫ് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.